വാഹനം എന്നുള്ളതിൽ ഒരു ലക്ഷറി അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞാൻ കുറേ ദൂരം യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ടബിൾ, അതായത് ഒന്ന് കംഫർട്ടബിൾ, രണ്ട് സേഫ്റ്റി, ഇത് രണ്ടും ചേർന്നൊരു വാഹനമാണ് അന്വേഷിക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റും. എനിക്കൊരു ഓഡിയോ അല്ലെങ്കിൽ BMW ഒക്കെ ഒരു മണവാട്ടിയെ പോലെ കൊണ്ടു നടക്കാൻ സാധിക്കില്ല. കാരണം ഒന്ന്, ഞാൻ ഓഫ് റോഡ് കൂടുതൽ പോകുന്ന ഒരാളാണ്. പിന്നെ അത് അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളത് എനിക്ക് അഫോർഡ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചേരുന്നൊരു വാഹനം എന്ന് പറയുന്നത് മിത്സുബിഷി എന്ന് തോന്നുന്നു. കാരണം മെയിൻ്റനൻസ് എൻ്റെ കുറവാണ്. പിന്നെ അതിൻ്റെ ഒരു ഫസ്റ്റ് ഞാൻ അറിയുന്നത് ലാലേട്ടൻ്റെ വായിൽ നിന്നാണ്. കാരണം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാഹനം ഇത്. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ചു ചെയ്തത്. അപ്പോൾ മെയിൻ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കംഫർട്ട്. എത്ര ദൂരം ട്രാവൽ ചെയ്താലും തിരുവനന്തപുരം വരെ ചെന്ന് എത്തുമ്പോഴാണ് അറിയുന്നത് തിരുവനന്തപുരം എന്നുള്ളത്. അത്രയ്ക്കൊരു സേഫ്റ്റി എന്ന് വെച്ചാൽ നമ്മൾ കംഫർട്ടബിളാണ്. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ ഈ ഹിൽ ഏരിയയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് രണ്ടിനും യോഗ്യമായിരിക്കണം. പെട്ടെന്ന് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തീരുമാനിക്കുകയാണ് എറണാകുളത്ത് വഴി പോകാൻ, നമുക്കൊരു മൂന്നാർ അപ്പുറത്തേക്ക് പോകാം എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് പോകാൻ പറ്റുന്നൊരു വാഹനമായിരിക്കണം. അങ്ങനെ ഒരു ചിന്തയിലാണ് പജേറോ എനിക്കിഷ്ടപ്പെട്ടത്. അങ്ങനെ പജേറോൻ്റെ പഴയ മോഡലിൽ നിന്ന് കഴിഞ്ഞപ്പോഴാണ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിറങ്ങി. അതിന് 2 4 വീൽ ഡ്രൈവിൻ്റെ മുകളിലൊരു ഗിയറും കൂടി ഉണ്ട്, ഒരു ടെറൈൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ പറഞ്ഞാൽ ഈ ഭയങ്കര ഗ്രീസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചെളിയായിട്ട് കിടക്കുന്ന സ്ഥലത്തും ഒന്നും കൂടി ഫ്രിക്ഷൻ കിട്ടുന്ന, ഒന്നും കൂടി ഒരു ഇത് കിട്ടുന്നൊരു ഇതാണ് അത്, ടെറൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഗിയറും കൂടി. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് പല സ്ഥലത്തും ഞാൻ കയറി നോക്കി. അപ്പോൾ അതിന് ശേഷമാണ് ദുൽഖർ ഇതെടുക്കുന്നത്. അപ്പോൾ ദുൽഖർ മലയുടെ മുകളിൽ ഈ കല്ലിൻ്റെ മുകളിലൊക്കെ കയറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഡ്രൈവർ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് കാണിച്ച് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആ 2 സജഷൻ വന്നതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് തിരിയുന്നത്. അപ്പോൾ അതിനുമുമ്പ് ഞാൻ സ്കോർപ്പിയോ ആണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴും ഞാൻ സ്കോർപ്പിയോ ഒരു സെക്കൻഡ് എന്നുള്ളൊരു രീതിയിൽ ഞാൻ സ്കോർപ്പിയോ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്നിട്ട് എൻ്റെ ഒരു സ്വഭാവത്തിന് ചേരുന്ന, അതേ ഞാൻ സ്റ്റേജ് ഷോസിന് പോകാറുണ്ട്, ഷൂട്ടിങ്ങിന് പോകാറുണ്ട്. ഈ അല്ലാത്ത സമയത്തുള്ളൊരു ഹോബി എന്ന് പറഞ്ഞാൽ ഈ ഓഫ് റോഡ്സിന് പോകാനാണ് ഇഷ്ടം. ഇതെല്ലാം കൂടി ഒത്തിണങ്ങി വന്നത് എനിക്ക് തോന്നുന്നു സ്പോട്ടാണ്. അപ്പോൾ അത് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ആക്സസറീസ് എല്ലാം ഞാൻ പുറത്തുനിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റാണ് സെലക്ട് ചെയ്തത്. പുള്ളിയുടെ ഡ്രൈവറായിട്ടാണ് ഞാൻ സിനിമയിൽ വന്നത് ബ്രേക്ക് കിട്ടിയത്. പ്രാഞ്ചിയേട്ടനിൽ ഞാൻ പുള്ളിയുടെ ഡ്രൈവറായിരുന്നു. അത് ബെൻസാണ് ഞാൻ ഓടിച്ചിരുന്നത്. അപ്പോൾ പുള്ളി എന്നെ അഭിനയത്തേക്കാൾ കൂടുതൽ ഡ്രൈവിങ്ങാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഷൂട്ട് കിടക്കുമ്പോൾ പലപ്പോഴും പുള്ളി ഞാൻ അഭിനയിക്കുകയാണെന്നുള്ള കാര്യം മറന്നിട്ട് എന്നെ ഒരു ഡ്രൈവറായിട്ട് തന്നെ കണ്ടിരുന്നത്. അപ്പോൾ ഒരു ഹമ്പ് വന്നാൽ പോലും പെട്ടെന്ന് നമ്മൾ സ്ലോ ഡൗൺ ചെയ്തിട്ട് എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കും. ഞാൻ പറഞ്ഞ ഞാൻ ഡ്രൈവറായിട്ടല്ല, എനിക്ക് സിനിമയിലാണ് രക്ഷപ്പെടേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വാഹനം എടുത്തപ്പോഴും അദ്ദേഹമാണ് ഇതിൻ്റെ കീയൊക്കെ മേടിച്ച് അദ്ദേഹം തുറന്ന് അദ്ദേഹം ഇതിനെക്കുറിച്ച് അപ്പോൾ പറഞ്ഞു, ദുൽഖറിനുണ്ട്, ദുൽഖർ ഇല്ലാത്ത ഒരുപാട് കാശൊക്കെ ചിലവാക്കിയിട്ടുണ്ട്, നീ അതുപോലെ അധികം കാശൊന്നും ചിലവാക്കണ്ട. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇനോഗ്രേഷൻ ചെയ്ത് വണ്ടി. അപ്പോൾ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഞങ്ങൾ ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോട് സംശയം ചോദിക്കാറുണ്ട്. പിന്നെ പുള്ളി എനിക്ക് തോന്നുന്നു അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്നത്, അതായത് ഓട്ടോമൊബൈലിൻ്റെ ഏറ്റവും അപ്ഡേഷനുള്ള ഒരാളാണ്. ആദ്യത്തെ വാഹനം എന്ന് പറഞ്ഞൊരു 4 വീലർ എന്ന് പറയുമ്പോൾ ഒരു 800 മാരുതിയാണ്. അതെനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു വാഹനമാണ്. ഒരു കിളി പോലെയാണ്, എപ്പോൾ നമുക്ക് സ്പീഡ് വേണം അപ്പോൾ തന്നെ നമുക്ക് കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനം. പിന്നെ അന്ന് പെട്രോൾ അടിക്കാനും കയ്യിൽ കാശ് കുറവായതുകൊണ്ട് ഗ്യാസായിരുന്നു കയറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ വീട്ടിൽ അരി വെച്ചില്ലെങ്കിൽ ഞാൻ വീട്ടിലെ ഗ്യാസ് കുറ്റി കയറ്റിയിട്ട് ഓടിക്കുമായിരുന്നു. അങ്ങനെയാണ് അതിനോടൊരു ഇഷ്ടം. കാരണം പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, വണ്ടി ഓടിക്കണം, വണ്ടിയിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പണ്ട് ബസ്സിലിരുന്ന് താഴേക്കൊക്കെ നോക്കാറുണ്ട്, എന്നാണ് ഒരു AC ഇട്ടൊരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു സ്വപ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ദൈവമായിട്ട് നടത്തി തന്നു.